2-ാം അധ്യായം അതിൻ്റെ 15, 16, 17 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രൈസ് ദി ലോർഡ് തൻ്റെ സൃഷ്ടിയോട് പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ നാം വായിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അറിയാലോ, അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നാം കാണുകയാണ്, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ച് അവൻ്റെ ജീവശ്വാസം മൂക്കിൽ ഊതി. പ്രൈസ് ദി ലോർഡ്. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ആദാമിനെ ഹവ്വായെയും, അതായത് തൻ്റെ സൃഷ്ടിയെ ആക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെ കാപ്പാൻ, പ്രൈസ് ദി ലോർഡ്, അവരെ അതിനകത്ത് വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവരെ ആക്കുവാനിടയായി തീർന്നു. ദൈവം പറയുന്ന ഒറ്റ കാര്യമുണ്ട്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തിന്നാം, പക്ഷെ ഒന്ന് മാത്രം അവർക്ക് നിഷേധിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ്സിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ അവരാനന്ദിച്ച് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി, പ്രൈസ് ദി ലോർഡ്, ഒരു ആകുലതകളുമില്ലാതെ, നാളെയെക്കുറിച്ച് ചിന്തയില്ലാതെ, പ്രൈസ് ദി ലോർഡ്, കുറിച്ചും വ്യാകുലപ്പെടാതെ സന്തോഷത്തോടുകൂടി ദൈവത്തോടുകൂടെ ദൈവസന്നിധി ആസ്വദിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടികൾ ആദാമും ഹവ്വയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അനുവദിക്കത്തില്ല. ദൈവത്തോട് പാപം ചെയ്യിക്കുമെന്ന് പറഞ്ഞ് ചില വെല്ലുവിളികൾ അവർക്കെതിരെ വരാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തേജസ്സിൽ നിന്നും അവരെ മാറ്റിക്കളയേണ്ടതിന്, ദൈവത്തിന്റെ തേജസ്സിൽ നിന്നും അവരെ പുറത്താക്കി കളയേണ്ടതിന്, ദൈവത്തിന്റെ തേജസ് അനുഭവിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ ചില പൈശാചിക വെല്ലുവിളികൾ അവർക്കെതിരെ വരാനിടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട്. നിങ്ങൾക്കെതിരെ വരുന്ന, നിങ്ങളുടെ ജീവിതത്തിനെതിരെ വരുന്ന, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ വരുന്ന, ദൈവസഭയ്ക്കെതിരെ വരുന്ന, നിങ്ങളുടെ ആരോഗ്യത്തിനെതിരെ വരുന്ന, നിങ്ങളുടെ തലമുറകൾക്കെതിരെ വരുന്ന, നിങ്ങളുടെ സമ്പത്തിനെതിരെ വരുന്ന, പ്രൈസ് ദി ലോർഡ്, ചില വെല്ലുവിളികൾ, നിങ്ങളെ തകർക്കുമെന്ന് പറയുന്ന ചില വെല്ലുവിളികൾ, അത് പൂർത്തീകരിക്കാൻ അനുവദിക്കത്തില്ലെന്നുള്ള ചില വെല്ലുവിളികൾ, പ്രൈസ് ദി ലോർഡ്, ആ ശുശ്രൂഷയിൽ തുടരാൻ അനുവദിക്കത്തില്ലെന്ന വെല്ലുവിളികൾ, നീയൊന്നൊരിക്കലും നന്നാകത്തില്ലെന്ന് പറയുന്ന ചില പൈശാചിക ശബ്ദത്തിന്റെ വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം ആത്മാവ് അതിനെ പൊളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വത്തിൽ നിങ്ങൾ ജ്വലിക്കാൻ തയ്യാറായാൽ നിങ്ങളെ നശിപ്പിക്കുമെന്നും നിങ്ങളെ മുടിക്കുമെന്നും മുൻപോട്ട് വിടത്തില്ലെന്നും സമാധാനത്തിൽ ഇരിക്കാൻ അനുവദിക്കത്തില്ലെന്നും പറയുന്ന ചില പൈശാചിക വെല്ലുവിളികൾ ഇന്ന് പകൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ വിട്ട, ദൈവസഭയെ വിട്ട, കുടുംബത്തെ വിട്ട് അഴിഞ്ഞു മാറുകയാ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെല്ലുവിളികളെ പ്രൈസ് ദി ലോർഡ് അവൻ നിർത്തൽ ചെയ്യിക്കാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ച പ്രൈസ് ദി ലോർഡ് ഒരു ശക്തി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്ത്. പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്ത്. പ്രൈസ് ദി ലോർഡ്. വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അത് ഗോലിയാത്തിന്റെ സ്പിരിറ്റാണ്. ഓർത്തോണം, ദൈവജനത്തിനെതിരായിട്ട് നിൽക്കുന്ന വെല്ലുവിളികൾ അത് പൈശാചികമാണ്. നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറയുന്നത് അത് വെല്ലുവിളികളാണ്. അവൻ വന്നത് സമൃദ്ധിയായി ജീവൻ നൽകാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. വെല്ലുവിളികളെ ഭയപ്പെടേണ്ട, നിങ്ങൾ മഹത്വത്തിൽ തുടരുക. ദൈവസഭ ഒരാമീൻ പറഞ്ഞാട്ടെ. ദൈവജനത്തിന്
പേടിപ്പാനൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്തിനെതിരെ ദൈവം സെലക്ട് ചെയ്ത ദാവീദ് വന്നതുപോലെ, ദാനിയേലല്ല ദാവീദ് വന്നതുപോലെ ഗോലിയാത്ത് എഴുന്നേൽക്കുമ്പോൾ ദാവീദ് എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു ഗോലിയാത്തിന്റെ അനുഭവം വരുമ്പോൾ നിങ്ങളൊരു ദാവീദായി മാറാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അതിനെ ജയിക്കുന്ന അഭിഷേകത്തോടു കൂടി നിങ്ങൾ വരുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. എല്ലാം താളടിയാകാനിടയായി തീരും. നോക്കിക്കേ, വെല്ലുവിളികൾ ഉയർന്നു വരികയാണ്. നോക്കിക്കേ, അപ്പൊ ദൈവം തൻ്റെ സൃഷ്ടിയെ, പ്രൈസ് ദി ലോർഡ്, ദൈവം നോക്കുമ്പോൾ എല്ലാ മൃഗങ്ങൾക്കും തുണകളുണ്ട്. പ്രൈസ്, അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ദൈവം നോക്കുമ്പം ദൈവത്തിന് സംസാരിക്കാൻ ആരും കണ്ടില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും നിലത്തെ പൊടി കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കി. പ്രൈസ്, അവനോട് സംസാരിപ്പാൻ അവൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവശബ്ദം കേൾക്കാൻ, അവനോട് കൂടെ സംസാരിപ്പാൻ, അവനോട് കൂടെ വസിക്കാൻ, അവനിലുള്ളത് പ്രാപിപ്പാൻ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. തിരഞ്ഞെടുക്കാത്ത ആരും ഇതിന്റെ അകത്തില്ല. പ്രൈസ് ദി ലോർഡ്. തിരഞ്ഞെടുക്കാത്തത് കുറെ ഇതിന്റെ പുറത്തു നടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകസ്ഥാപനത്തിന് മുന്നമേ ഞാനും നിങ്ങളും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അവന്റെ ശരീരം, പ്രൈസ് ദി ലോർഡ്, അവന്റെ സഭ, പ്രൈസ് ദി ലോർഡ്, അവൻ നമ്മെ തിരഞ്ഞെടുക്കാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിൽ, ദൈവത്തിന്റെ ഗ്ലോറിയിൽ ഞാനും നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹത്തിനെതിരാണ് പിശാച് പ്രവർത്തിക്കാനിടയായിത്തീരുന്നത്. എപ്പോഴും ദൈവമക്കൾ ശ്രദ്ധിച്ചോണം. നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനിടയായിത്തീരണം. എപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ വരുന്നുവോ, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ വിട്ട് ദൈവത്തോട് പറ്റിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നു, അന്നേരം വെല്ലുവിളികൾ ഉയരാൻ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. വെല്ലുവിളികളെ അതിജീവിക്കുന്ന അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാട്ടെ. ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളും നമുക്ക് അഭിഷേകം കൊണ്ട് ജയിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അഭിഷേകം കൊണ്ട് ജയിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അഭിഷേകത്തിന് ജയിക്കാൻ കഴിയാത്ത യാതൊന്നും ഉലകത്തിലില്ല. പ്രൈസ്. കാര്യം നമുക്ക് അഭിഷേകം തന്നത് മനുഷ്യരല്ല. പ്രൈസ്. നമ്മളെ അഭിഷേകം ചെയ്തത് മനുഷ്യരല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവാണ്. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവാകൊണ്ട് നമുക്ക് സകലത്തെയും ജയിക്കാനുള്ള അഭിഷേകമുണ്ട്. പ്രൈസ് ലോർഡ്. നോക്കിക്കേ, അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികൾ, പ്രൈസ് ലോർഡ്, ദൈവത്തിൻ്റെ മഹത്വത്തിൽ അവർ ജീവിക്കാനിടയായി തീരുകയാണ്. ദൈവത്തിൻ്റെ ഗ്ലോറിയിൽ സന്തോഷത്തോടു കൂടി അവരങ്ങ് ജീവിക്കുകയാണ്. അവർക്കെല്ലാം അതിൻ്റെ അകത്തുണ്ട് അല്ലേ? എന്തിനെങ്കിലും അവർക്ക് കുറവുണ്ടായിരുന്നോ? പ്രൈസ്. അവർക്ക് ഒന്നിനും കുറവില്ലാത്തവരായിരുന്നു. അപ്പം മഹത്വത്തിൽ ഒന്നിനും കുറവില്ല. നിങ്ങൾക്കൊരു സന്തോഷവുമില്ല, നിങ്ങൾക്ക് കുറവുകളാണ് ആവശ്യം. പ്രൈസ് ലോർഡ്. മഹത്വത്തിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഒന്നിനും കുറവില്ലെന്ന് പ്രിയമുള്ളവരെ. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? എവറിത്തിങ് ഈസ് ദേർ ഇൻ ദ ഗ്ലോറി. പ്രൈസ് ലോർഡ്. എവറിത്തിങ് ഈസ് ദേർ ഇൻ ദ ഗാഡ്സ് ഗ്ലോറി. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിലുണ്ടെന്ന് പ്രാപിക്കാനുള്ള ഈ അഭിഷേകം നമുക്ക് വേണ്ടത്. പ്രൈസ് ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ ഗ്ലോറിയെ നാം റിസീവ് ചെയ്യാനിടയായി തീരുക. പ്രൈസ് ലോർഡ്. എന്നിട്ട് നാം എന്താണ്? പ്രൈസ് ലോർഡ്. ഗ്ലോറി നമ്മൾ റിസീവ് ചെയ്യുക, ഗ്രോത്തിൽ നമ്മൾ ജീവിക്കാനിടയായി തീരുക. പ്രൈസ് ലോർഡ്. ഞാൻ ഇന്നും പ്രഭാതത്തിൽ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. How much you receive glory, that much only you can release. അല്ലേ? നമ്മൾ സ്വീകരിക്കുന്നത് പോലെ ഇരിക്കും പകരുന്നത്. സ്വീകരിക്കാത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പകരാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിലീസ് ഗ്ലോറി ആൻഡ് റിസീവ് ബ്ലെസ്സിങ്സ്. പ്രൈസ് ദി ലോർഡ്. റിലീസ് ഗ്ലോറി ആൻഡ് റിസീവ് ബ്ലെസ്സിങ്. റിലീസ് ഗ്ലോറി ആൻഡ് ഗ്രോ ഇൻ ഗ്രോത്ത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഗ്രോത്തിൽ വളരുവാൻ ഇടയായി തീരുക. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അപ്പം
വചനം പറയുകയാണ്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടായിരിക്കെ തന്നെ അവരുടെ മൈൻഡിനെ തിരിക്കുന്ന ഒരു ശക്തി വെളിപ്പെടാനിടയായി തീർന്നു. മൈൻഡിനെ തിരിക്കാൻ കാരണം ദൈവം പറഞ്ഞത് അനുസരിക്കാൻ അനുവദിക്കാത്ത ചിലത്, ദൈവം പറഞ്ഞതിനെതിരെ ചെയ്യണമെന്ന് കമ്പല് ചെയ്യുന്ന ഒരു പൈശാചികമായിരിക്കുന്ന സ്പിരിറ്റ് നമ്മുടെ മൈൻഡിനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദുരാത്മാവുണ്ടെന്ന് പകൽക്കാലം അറിയാതെ പോകല്. ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിങ്ങളുടെ മൈൻഡിനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ പൈശാചികമായിരിക്കുന്ന മേഖലകളിലേക്ക്, പൈശാചികമായിരിക്കുന്ന പ്രവൃത്തികളിലേക്ക് തിരിയുന്ന ദുരാത്മാക്കൾ ഇന്ന് പകൽ ചില മൈൻഡിനെ വിട്ടഴിയാൻ തയ്യാറാകും. മൈൻഡിനെ കെട്ടിരിക്കുന്ന കെട്ടുകൾ ഇന്ന് പകൽ അഴിയും. മൈൻഡിനെ കേട്ടിരിക്കുന്ന കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിയും. പൈശാചികമായിരിക്കുന്ന ബന്ധനങ്ങൾ, തലച്ചോറിനെ കെട്ടിവെച്ച ചില ബന്ധനങ്ങൾ, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, ഡിപ്രഷനുകൾ ഇന്ന് പകൽ അത് അഴിയാനിടയായി തീരും. നമ്മുടെ മൈൻഡിനെ തിരിക്കുന്ന ഒരു പൈശാചിക മേഖല ഉണ്ടെന്ന് ദൈവജനം അറിയണം. ദൈവമുണ്ട് എന്നുള്ളത് സത്യം തന്നെ, അങ്ങനെയെങ്കിൽ പിശാചുണ്ട് എന്നത് സത്യം തന്നെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ദൈവജനത്തിന് ധരിക്കാനൊന്നുണ്ട്. എന്താണത്? ദൈവസഭ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചാൽ അവനെ തൊടാൻ ഒരു പൈശാചിക ബന്ധനത്തിനും, ഒരു പൈശാചിക മേഖലയ്ക്കും, ഒരു ഇരുട്ടിന്റെ ആധിപത്യത്തിനും കഴിയത്തില്ലെന്ന് അവൻ നിങ്ങളെ നോക്കുമ്പോൾ, സർവായുധ വർഗം ധരിച്ചവനായി കാണുമ്പോൾ അവന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. Praise the Lord. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു വേണം ദൈവജനം നടക്കാൻ. Praise the Lord. നോക്കിക്കേ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൻ്റെ ഈ ഗ്ലോറിയിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ഗ്ലോറിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ചിലതൊക്കെ നിഷേധിച്ചിട്ടുണ്ടല്ലേ, നമുക്ക് ചെയ്യാൻ പാടില്ല. ദൈവം തന്നെ പറഞ്ഞെന്താണ്? നിങ്ങളത് തിന്നരുത്, അരുത്, തിന്നരുത്, ചെയ്യരുത്, പോകരുത്, പറയരുത്, എടുക്കരുത്, നടക്കരുത്, മോഹിക്കരുത്. പ്രൈസ്. അങ്ങനെ കുറെ അരുത് എന്ന ദൈവജനത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ പാപികളായിരുന്നപ്പോൾ ചെയ്തതുപോലെ, അല്ലേ? പ്രൈസ്. നിങ്ങളുടെ പണ്ടുള്ള കാലത്തെ, പ്രൈസ് ദി ലോർഡ്, ഒരു വാക്യം അതിനകത്തുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, എടുക്കാമല്ലോ, നോക്കട്ടെ. പുതിയ നിയമത്തിൻ്റെ അകത്തെ അജ്ഞാന കാലത്തെ മോഹങ്ങളെ മാതൃകയാക്കാതെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം സകല നടപ്പിലും അനുസരണയുള്ളവരായിരിപ്പീൻ എന്നൊരു വാക്യം ഇതിനകത്തുണ്ട്. പ്രൈസ്. പുതിയ നിയമത്തിൽ ലേഖനങ്ങൾക്കകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ എവിടെയാണതെന്ന് എനിക്ക് ഓർമ്മയില്ല. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചേ. അജ്ഞാന കാലത്തെ മോഹങ്ങളെ, Praise the Lord, praise the Lord, praise the Lord. Shudhamana durarava rikathara dalagadagasi talagadagara durarama lekhetiri alphabaragadagasi talarabaragassi atharaba likatharaba. പോട്ടെ സമയം പോവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വാക്യം പുതിയ നിയമത്തിനകത്തുണ്ട്. അജ്ഞാന കാലത്തെ മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം സകല നടപ്പിലും വിശുദ്ധരാകുവീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പല മോഹങ്ങളെയും മാതൃകയാക്കുവാൻ, പിന്തുടരുവാൻ നമുക്ക് അവകാശമില്ല. അതിൽ വി ആർ നോട്ട് പെർമിറ്റഡ് ടു ഫോളോ സച്ച് റിച്വൽസ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനത്തെയുള്ള ആചാരങ്ങളെ മാതൃകയാക്കുവാൻ, പിന്തുടരുവാൻ നമുക്ക് റൈറ്റ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, സൂപ്പർ നാച്ചുറൽ റിലത്തിൽ ഒരു എക്സലന്റ് ഗ്ലോറിയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഞാൻ പറയാം,
നമ്മുടെ ഗ്ലോറി വിൽ റിലീസ് സൂപ്പർ നാച്ചുറൽ റിലം. പ്രൈസ് ദി ലോർഡ്. മഹത്വം ആ സൂപ്പർ നാച്ചുറൽ റിലത്തെ റിലീസ് ചെയ്യാനിടയായി തീരും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആ മഹത്വത്തിൽ സൂപ്പർ നാച്ചുറൽ റിലത്തിൽ ഉണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ഒരു സൂപ്പർ നാച്ചുറൽ റിലം വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ വെളിപ്പെടട്ടെ. ദൈവസഭയോട് ബന്ധപ്പെട്ട് സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ വെളിപ്പെടട്ടെ. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തോട് ബന്ധപ്പെട്ട് ഒരു സൂപ്പർ നാച്ചുറൽ റിലം വെളിപ്പെടുമാറാകട്ടെ. ഇന്നുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത, ഇന്നുവരെ ആസ്വദിച്ചിട്ടില്ലാത്ത, ഇന്നുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സൂപ്പർ നാച്ചുറൽ റിലം ദൈവജനത്തിന്റെ ഇടയിൽ വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്ന ദൈവപ്രവൃത്തി വ്യാപരിക്കും. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്ന ദൈവപ്രവൃത്തി വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. കാര്യം അവൻ്റെ മഹത്വമാണ് ഞാൻ നിങ്ങൾ വഹിക്കാനിടയായിത്തീരുന്നത്. അപ്പം നാം ചെല്ലുന്നിടത്തൊക്കെയും അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നാം ചെല്ലുന്നിടത്തൊക്കെയും അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ അത് സൂപ്പർ നാച്ചുറൽ റിലത്തിലേക്ക് തിരിയുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ഗ്ലോറിക്ക് കഴിയുമെന്ന്. ഏതൊക്കെയോ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്നുവെന്ന് ആത്മാവ് കൈമാറുന്നു കേട്ടോ. പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവ് കൈമാറുകയാണ്. ദൈവത്തിന്റെ ഗ്ലോറി അത് ക്യാരി ചെയ്ത് നിങ്ങളിപ്പോ സൂപ്പർ നാച്ചുറൽ റിലം എല്ലാ മേഖലയിലും വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. We are called to release the supernatural realm. We are called to carry God's glory. Praise the Lord. നമ്മൾ എന്തിനു വിളിക്കപ്പെട്ടിരിക്കുന്നു? സൂപ്പർ നാച്ചുറൽ റിലം റിലീസ് ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. സൂപ്പർ നാച്ചുറൽ റിലത്തിൽ ജീവിക്കുവാൻ, ദൈവത്തിന്റെ ഗ്ലോറിയിൽ ജീവിക്കാൻ. എത്ര മഹത്തരമായിട്ടുള്ളൊരു പദവി പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ ഗ്ലോറിയിൽ ഞാൻ നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവം അങ്ങ് ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പലരും നശിച്ചു കാണുമെന്ന് ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ ഗ്ലോറിയെ നമുക്കായി കൈമാറിയെന്ന് സ്വർഗത്തിന് സ്വന്തമായിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന് സ്വന്തമായിരിക്കുന്ന ദൈവത്തിന്റെ ഗ്ലോറിയെ അവൻ നമുക്കായി കൈമാറി. പ്രൈസ് ദി ലോർഡ്. ദൂതർക്കും കൂടിയില്ലാത്ത അവകാശത്തെ അവൻ നമുക്കായി ഒരുക്കി തന്നു കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. സന്തോഷമുള്ളൊരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. വിശ്വസിച്ചു. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. കുടുംബത്തിൻ്റെ അകത്ത് ചില അറ്റ്മോസ്ഫിയറുകൾ ചേഞ്ച് ആകും. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകാൻ നമ്മളിൽ വ്യാപരിക്കുന്ന അനോയിൻറ്റിങ്ങിന് കഴിയും. നമ്മളിൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകത്തിന് കഴിയും. ഞാൻ അഭിഷേകമുള്ളവളാണ്, ഞാൻ അഭിഷേകമുള്ളവനാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. എന്നിലൊരു റിലമുണ്ട്, എന്നിലൊരു റിലമുണ്ട്. ഒരു സൂപ്പർ നാച്ചുറൽ റിലം, ഒരു ഗ്ലോറി, ദൈവത്തിൻ്റെ ഒരു മഹത്വം എന്നിലുണ്ടെന്ന് നിങ്ങൾ എപ്പോൾ വിശ്വസിച്ച് യാത്ര തുടങ്ങുന്നുവോ ആ നിമിഷം മുതൽ നിങ്ങളുടെ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളായിരിക്കുന്ന ഈ അന്തരീക്ഷം ചേഞ്ച് ആകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. വചനം പറയുകയാണ്. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, സിസ്റ്ററെ ഇതൊക്കെ വല്ലതും നടക്കുമോ? പ്രൈസ് ദി ലോർഡ്. കുറേ അങ്ങ് കേൾക്കുന്നുണ്ട്, ഇതൊക്കെ വല്ലതും നടക്കുമോ? ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ സ്ഥിതി പഴയതുപോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ കൈമാറാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്റെ വചനത്തെ അയച്ച് അവരെ വിടുവിക്കും. വിശ്വസിക്കുന്നവരാൽ 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 ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആരാ നിങ്ങളോട് പറഞ്ഞ് നടക്കത്തില്ലെന്ന്? ദൈവത്തിന്റെ വചനത്തിനെതിരായി ചിന്തിക്കാൻ തയ്യാറാകരുത്. നടക്കും. അത് സിനി പറഞ്ഞാലും നടക്കും. ഞാൻ ദൈവത്തിന്റെ അഭിഷിക്തയാണ്. സിനി പറഞ്ഞാൽ നടന്നിരിക്കും. നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. എന്റെ അറ്റ്മോസ്ഫിയർ ദൈവം ചേഞ്ച് ആക്കിയെങ്കിൽ അവൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങളെ അവൻ ചേഞ്ച് ആക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്താൽ സെലക്ട് ചെയ്യപ്പെട്ട അഭിഷിക്ത എന്ന് ഞാൻ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപാധി. ഒരു ഉറപ്പ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ഉണ്ടാകണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത്? മനുഷ്യരെയല്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ഉപാധിയുണ്ട്. അവൻ എന്റെ പ്രാണപ്രിയനാണ്. ഞാൻ അവനിൽ ആശ്രയിച്ച പറഞ്ഞ്
നടക്കോന്ന്. വചനം കള്ളം പറയത്തില്ല, വചനം കള്ളം പറയത്തില്ല. ഇന്ന് വരെ ഈ വചനം എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് അവൻ ചെയ്തു തന്നിട്ടുണ്ട്, മേലാലും അവൻ ചെയ്യും. വിശ്വാസികളുണ്ടെങ്കിൽ രാമ്യം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു പുസ്തകത്തെ, സത്യവേദ പുസ്തകത്തെ മാറോട് അണയ്ക്കാൻ കിട്ടിയ ഭാഗ്യം ഉലകത്തിൽ മറ്റൊന്നുമില്ല. ഇത് നിമിത്തം നിന്നയാണോ സന്തോഷിക്കാൻ തയ്യാറാകണം. ഇത് നിമിത്തം അപമാനമാണോ സന്തോഷിക്കാൻ തയ്യാറാകണം. ഇത് നിമിത്തം കഷ്ടതയാണോ സന്തോഷിക്കണം. ഇത് നിമിത്തം പുറത്താണോ സന്തോഷിക്കണം. ഇത് നിമിത്തം ദാരിദ്ര്യമാണോ സന്തോഷിക്കണം. ഉയർത്തുവാൻ ഒരു സമയം വരുന്നുണ്ട്, ഉയരുവാൻ ഒരു സമയം വരുന്നുണ്ട്. ഉയർത്തുവാൻ സമയം വരുന്നുണ്ട്. ഇത് ഉയർത്തുന്ന പുസ്തകമാ, ഇത് ഉയർത്തുന്ന പുസ്തകമാ, ജീവനുള്ള സത്യവേദ പുസ്തകം. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ, അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ ജീവിതങ്ങൾ പണിയപ്പെടാൻ പോകുന്നെന്ന് ആത്മാവ് കൈമാറുകയാണ്. ഇതെടുത്ത നിമിത്തം നിങ്ങൾ ഡിവോഴ്സ് ആകത്തില്ല കേട്ടോ. ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ നിങ്ങളുടെ ആത്മാവ് കൈമാറുകയാണ്. ഈ പുസ്തക നിമിത്തം നിങ്ങൾ നശിച്ചു പോകത്തില്ല. നിത്യജീവനാണിത്, നിത്യജീവനാണ്. ഇതിടുത്ത ആരും നശിച്ചു പോയിട്ടില്ല. ദാരിദ്ര്യത്തിൽ അവരുടെ ജീവിതം അവസാനിച്ചിട്ടുമില്ല. വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴാണ് ഈ പുസ്തകം ഞങ്ങളെ വിടിവിക്കാൻ തയ്യാറായത്. ഈ പുസ്തകം നിങ്ങളെ മരണത്തിൽ നിന്ന് വിടിവിക്കും. ഇതൊരു പുസ്തകമല്ല, ഇത് യേശുവാണ്, നാഥൻ നസ്രയനാണ്, ജീവിക്കുന്ന ദൈവമത്രേ. ഭൂമിയിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? ഉലകത്തിൽ നിങ്ങളെ പോലെ ഒരു ഭാഗ്യവാനില്ല. അതികഠിനമായിരിക്കുന്ന ശോധനയിലൂടെ കടന്നുപോയപ്പോൾ, ആർക്കും കരം പിടിക്കാൻ കഴിയാത്ത വേദനയിലൂടെ കടന്നുപോയപ്പോൾ, എല്ലാവരും ഒരുപോലെ ചേർന്ന് ചതിച്ചു കളഞ്ഞപ്പോൾ, ഇതിലെ വാക്യമല്ലേ നിങ്ങളെ രക്ഷിച്ചത്? പിറകോട്ടൊന്ന് ചിരിഞ്ഞു നോക്ക്, ജീവിതത്തിന്റെ പിറകോട്ടം തിരിഞ്ഞു നോക്ക്. ആർക്കും സഹായിക്കാൻ കഴിയാത്ത കാലഘട്ടം വന്നപ്പോൾ, എല്ലാവരും ഒരുപോലെ തള്ളിപ്പറഞ്ഞപ്പോൾ, എല്ലാവരും ഒരുപോലെ കുറ്റം പറഞ്ഞപ്പോൾ, സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ, മാറോടടിച്ച് സാരമില്ല സഹോദരി, സാരമില്ല സഹോദര എന്ന് പറയാൻ ആരുമില്ലാതിരുന്നപ്പോൾ ഈ വചനമല്ലേ നിർത്തിയത്? പണം കൊണ്ടല്ലോ ജയിച്ചു വന്നത്, ഇതിന്റെ അകത്തുള്ള വാക്യത്താലല്ലേ പിടിച്ച് ജയിച്ചു കയറിയത്. ഇതൊരു പിടിവള്ളിയാ. ഇതേ പിടിച്ചോ, ഇതേ പിടിച്ചോ, ഉയർച്ച തന്നെ പ്രാപിക്കും. ഇതേ പിടിച്ചോ, ഉയർച്ച തന്നെ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി മരിച്ചാ മതി എന്ന് ചിന്തിച്ചപ്പോഴല്ലേ ഈ വചനം നിങ്ങളോട് ഇടപെട്ടത്. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് പ്രൈസ് ദി ലോർഡ് ചിന്തിച്ചപ്പോഴല്ലേ സഹായിപ്പാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത്. ഈ വചനം നിങ്ങളോട് ഇടപെട്ടിട്ടല്ലേ ഇതുവരെ സകല പരാജയങ്ങളെയും പിന്നിലാക്കിയത്. ദൈവത്തിന്റെ ആത്മ പറയുന്നു, പരാജയങ്ങളെ പിന്നിലാക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഏതൊക്കെ പരാജയങ്ങൾ വന്നു? കുടുംബ ജീവിതത്തിനകത്ത് പരാജയങ്ങൾ വന്നു, തലമുറകളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു, ശരീരത്തിന്റെ അകത്ത് പരാജയങ്ങൾ വന്നു, സാമ്പത്തിക മേഖലക്കകത്ത് പരാജയങ്ങൾ വന്നു. പരാജയത്തെ പിന്നിലാക്കുന്ന പരിശുദ്ധയാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. പരാജയത്തെ പിന്നിലാക്കുന്ന ഏതൊക്കെയോ ദൈവപ്രവൃത്തികൾ കുടുംബങ്ങൾക്കകത്ത് നടക്കാൻ പോകുക കേട്ടോ. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. പരാജയം പെർമനന്റ് അല്ല, പരാജയം പെർമനന്റ് അല്ല, പരാജയം പെർമനന്റ് അല്ല. എന്നാൽ ക്രിസ്തുവിലുള്ള വിജയം അതെന്നേക്കുമുള്ളതാ. വചനത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശുദ്ധയാത്മാവാം ദൈവത്തിന്റെ നിയോഗത്താൽ എഴുതപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. വചനം കള്ളം പറയത്തില്ല. അവൻ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉയർത്തിയിരിക്കും.
അവൻ ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വിടുവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ മാനിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മാനിച്ചിരിക്കും. ഞാൻ നിനക്ക് നന്മകളെ തരുമെന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നിരിക്കും. ഓ, നിന്റെ ഭാര്യ രക്ഷപ്പെടുമെന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്തിരിക്കും. നിന്റെ ഭർത്താവ് മടങ്ങി വരുമെന്നും നിന്നെ സ്നേഹിക്കുമെന്നവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. നിന്റെ തലമുറകൾ ദൈവരാജ്യത്തിനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ദൈവരാജ്യത്തിൽ കണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നീ മറ്റൊരു രാജ്യത്ത് താമസിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് ഭവനങ്ങളെ തരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. ഞാൻ നിനക്ക് വാഹനം തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. സ്വർഗത്തിലും ഭൂമിയിലും സകല അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് നിവർത്തിച്ചു തരും. ശത്രുക്കൾ മുമ്പാകെ ഞാൻ നിനക്ക് മേശ ഒരുക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മേശ ഒരുക്കും. നിന്നിച്ചവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടന്നിരിക്കും. ക്ലേശിപ്പിച്ചിട്ട് മക്കൾ വണങ്ങിക്കൊണ്ട് നിന്റെ അടുക്കൽ വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടക്കും. നിന്റെ സാഹചര്യങ്ങളെ നീ അതിജീവിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. ഞാൻ നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേക്കി ഓടുമാറാക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. നീയും നിന്റെ തലമുറകളും നശിച്ചു പോകത്തില്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജിക്കത്തില്ല. പരിശുദ്ധാത്മാവിന് എന്തൊക്കെയോ സംതിങ് ഫോർ he likes to speak to you. He likes to speak to you. Praise the Lord. പരിശുദ്ധാത്മാവിന് എന്തൊക്കെയോ കൂടുതൽ നിങ്ങളോട് പറയാനുണ്ട്. തകർന്നിരിക്കുന്ന ജനത്തെ നിരസിക്കാത്തവൻ, തകർന്നു നുറുങ്ങി മിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്തവൻ, ഹൃദയം തന്നവൻ അറിയാം അതിന്റെ വേദന. Praise the Lord. ഹൃദയത്തിന്റെ ഞെരക്കങ്ങളെ അറിയുന്നവൻ. എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞെരങ്ങുന്നത് എന്താ? വിഷാദവും ഞെരക്കവും അറിയുന്നൊരു ദൈവമുണ്ടെന്ന് ആത്മാവിലെ ഞെരുക്കത്തെ അവൻ പൊളിക്കും. Praise the Lord. Praise the Lord. ദൈവം മനുഷ്യനെ ഇത്ര ആഴമായി സ്നേഹിച്ചതിന്റെ കാര്യം എന്തെന്നറിയാമോ? അവന്റെ ജീവശ്വാസത്തെ അവൻ മനുഷ്യനിൽ ഊതിയെന്ന് മറ്റൊന്നും അവൻ കണ്ടില്ല. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. അവനക്ക് കാറ്റിനെ കൊണ്ട് ചെയ്യിക്കാമായിരുന്നു, മറ്റെന്തെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. അവൻ ദൈവമല്ലേ, അവനക്ക് എന്തു ചെയ്യാമായിരുന്നു. പക്ഷേ നിലത്തെ പൊടി കൊണ്ട് പ്രൈസ് ദി ലോർഡ് നിർമ്മിച്ച തന്റെ മനുഷ്യനെ, തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ അത്രമേൽ സ്നേഹിച്ച് തന്റെ ശ്വാസത്തെ മനുഷ്യന്റെ മൂക്കിൽ ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആർക്കും തരാൻ പറ്റാത്ത സ്നേഹത്തെ സ്വർഗം നമുക്കായി നൽകി തന്നു. പ്രൈസ് ദി ലോർഡ്. ഇവരെ പോലെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻ ഈ ഭൂമിയിൽ ഇല്ല പ്രിയമുള്ളവരെ. അവൻ ദൈവമല്ലേ. മനുഷ്യന് ശ്വാസത്തിന് പകരം അവർക്ക് മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാമായിരുന്നു, മറ്റെന്തെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. അവൻ ദൈവം, അവർക്ക് എന്തു ചെയ്യാം. പക്ഷേ അവൻ തന്റെ ശ്വാസത്തെ നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന്റെ മൂക്കിൽ ഊതിയെന്ന് അവൻ ജീവനുള്ള ദേഹിയായി തീർത്തു. അവൻ ജീവനുള്ള ദേഹി. എങ്ങനെ നാം ജീവനുള്ളതായി മാറിയത്? ദൈവത്തിന്റെ ശ്വാസത്താൽ. ഞാനും നിങ്ങളും ജീവനുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ ജീവനുള്ളവരാക്കി തീർത്തു. നാം മരിച്ചു പോകാതിരിക്കേണ്ടതിന് കാൽവറി ക്രൂശിൽ അവന്റെ പുത്രനെ നമുക്കായി തന്നു. ആ ക്രൂശിൽ അത്ര വേദനയൊന്നും ഞാനും നിങ്ങളും സഹിച്ചിട്ടില്ല കേട്ടോ. അവന്റെ ജീവശ്വാസം മൂക്കിലൂതിയ മനുഷ്യൻ
എന്നേക്കുമായി നശിച്ചു പോകാതിരിക്കേണ്ടതിന് തന്റെ യോമന കുമാരനെ അവൻ കാൽവറി ക്രൂശിലൂടെ പ്രൈസ് ദി ലോർഡ് യാഗമാക്കി തീർത്തു. അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. കോടാനുകോടി ദൂതന്മാരുമായി അവൻ പകർന്നതിനെ, അവന്റെ സൃഷ്ടിയെ, ദൈവസഭയെ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ, വിശുദ്ധിയോട് വേർപാടോട് കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനത്തെ ചേർപ്പാൻ വാനവേഗത്തിൽ കോടാനുകോടി ദൂതന്മാരുമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു വാനവേഗത്തിൽ വേഗം വരും. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.